എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലെ ഫ്രീ സ്വിങ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തയ്യൽ മെഷീൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അതിൻ്റെ പേരുകളാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തയ്യലിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പഠിച്ചത്. ഇപ്രാവശ്യം തയ്യൽ മെഷീൻ്റെ ഓരോ ഭാഗങ്ങളുടെയും പേരുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തയ്യൽ മെഷീനും അതിൻ്റെ ഭാഗങ്ങളും നോക്കാം. അപ്പം ആദ്യം തയ്യൽ മെഷീൻ്റെ പേരുകൾ പറയും. മെഷീൻ്റെ ഓരോ ഭാഗം. ഇതാണ് ബാലൻസ് വീല്. ഇത് ബാലൻസ് വീലാണ്. ഇതെന്ന് പറയുന്നത് ബോബിൻ ബൈൻഡറാണ്. ബോബിൻ ബൈൻഡറിലാണ് നൂല് ചുറ്റുന്നത് ബോബിൻ വെച്ചിട്ട്. ഇത് സ്പൂൾ പിൻ. ഇതിനകത്ത് നൂലിട്ടിട്ടാണ് നമ്മൾ നൂല് ചുറ്റുന്നതും നൂലിട്ട് തയ്ക്കുന്നതും. ഇതാണ് സ്റ്റിച്ച് റെഗുലേറ്റർ. ഇത് വെച്ചാണ് തയ്യൽ ചെറുതും വലുതുമാക്കുന്നത്. ഈ കാണിക്കുന്ന സ്ക്രൂ എന്ന് പറയുന്നത് സ്റ്റിച്ച് റെഗുലേറ്റിംഗ് സ്തംഭ് സ്ക്രൂ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഫേസ് പ്ലേറ്റ് ആണ്. അവിടെ ഫേസ് പ്ലേറ്റ് ആണ്. ഇത് പ്രഷർ ബാർ ലിഫ്റ്ററാണ്. പ്രഷർ പൂട്ട് തൂക്കം താക്കം ചെയ്യുന്ന സാധനമാണ് പ്രഷർ ബാർ ലിഫ്റ്റർ. ഇനി ഇത് ത്രെഡ് ടേക്കപ്പ് ലിവർ. ഇത് ടെൻഷൻ റെഗുലേറ്റിംഗ് തമ്പ് സ്ക്രൂ. ഇതെന്ന് പറയുന്നത് ടെൻഷൻ ഡിസ്ക്. ഇതാണ് നീഡിൽ ക്ലാമ്പ് തമ്പ് സ്ക്രൂ. ഈ സൂചി മുറുക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്ക്രൂ ആണ് നീഡിൽ ക്ലാമ്പ് തമ്പ് സ്ക്രൂ. ഇത് നീഡിൽ ക്ലാമ്പ്. ഇത് നീഡിൽ ബാർ. ഇത് നീഡിൽ. ഇത് പ്രഷർ ഫൂട്ട്. അതിൻ്റെ പേര് പ്രഷർ ഫൂട്ട് എന്നാണ്. ഇതാണ് പ്രഷർ ഫൂട്ട് തമ്പ് സ്ക്രൂ. പ്രഷർ ഫൂട്ട് മുറുക്കുന്നതിനുള്ള സ്ക്രൂ. പ്രഷർ ഫൂട്ട് തമ്പ് സ്ക്രൂ. ഇതെന്ന് പറയുന്നത് ഫീഡ് ഡോഗ്. ഇത് ത്രോട്ട് പ്ലേറ്റ്. ഇതിൻ്റെ പേര് സൈഡ് പ്ലേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനകത്താണ് നമ്മൾ ഇത് ഇളക്കിയിട്ടാണ് ബോബിൻ കേസ് ഇതിനകത്തോട്ടാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ബോബിനും കേസ് ഇടുന്ന ഭാഗമാണിത്. ഇത് ബോബിൻ കേസ്. ഇത് ബോബിൻ. ഈ ബോബിനിൽ നൂല് ചുറ്റി ഈ ബോബിൻ കേസിൽ നമ്മൾ ഇട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇപ്പോൾ തയ്യൽ മെഷീൻ്റെ ഭാഗങ്ങളുടെ പേരുകൾ പഠിച്ചു. ഇനി അടുത്തതിൽ തയ്യൽ മെഷീനിൽ സൂചിയിൽ നൂല് കോർക്കുന്നതും ബോബിനിൽ നൂല് ചുറ്റുന്നതും എങ്ങനെയാണെന്നാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫ്രീ കോഴ്സ് കാണുക എല്ലാവരും.